നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. കൊമേഴ്സ് കുട്ടികൾക്കും ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഹ്യൂമാനിറ്റീസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 10ാമത്തെ ചാപ്റ്ററും കൊമേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ ചാപ്റ്ററാണ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ഇത് വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ഈ വർഷം വളരെ ചെറിയ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. സോ ഐ വിൽ ഡിസ്കസ് വൺ ബൈ വൺ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്, ഈ പാർട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ളത് ജനറേഷൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കൊമേഴ്സ് സ്റ്റുഡൻസിനും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും സെയിം പാർട്ടുകളാണ് ഈ വർഷം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ ക്ലാസ് ശ്രദ്ധിക്കാവുന്നതാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് SMS, എന്താണ് MMS, എന്താണ് GPS, എന്താണ് സ്മാർട്ട് കാർഡ്. ഈ 4 പോയിൻറ്റ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, SMS, MMS, GPS ആൻഡ് സ്മാർട്ട് കാർഡ്സ്. സോ ഐ വിൽ ഗോ ത്രൂ ഇറ്റ്. നോക്കാം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SMS അഥവാ ഷോർട്ട് മെസ്സേജ് സർവീസ് അഥവാ SMS ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് മെസ്സേജ് സർവീസ്. സോ ഇത് നമുക്കറിയാം എന്താണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ഈ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത് ടെക്സ്റ്റ് നോട്ട്സ് എഴുതുക എന്നുള്ളൊരു പേർപ്പസിലാണ്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങളിതിനെ നോക്കിക്കാണണം. സോ എന്താണ് SMS? നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ് ഈ SMS-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള ഓഡിയോ വീഡിയോ ഒക്കെ അയക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമാണ് SMS. സോ ഷോർട്ട് മെസ്സേജ് സർവീസ്, വൺ സെക്കൻഡ്. ഷോർട്ട് മെസ്സേജ് സർവീസ് ഇസ് എ ടെക്സ്റ്റ് മെസ്സേജിങ് സർവീസ് ഇൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ടെക്സ്റ്റ് മെസ്സേജിങ് സർവീസാണ്. ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ ഏകദേശം 160 ക്യാരക്ടേഴ്സാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുക. അപ്പോൾ ഈ ലൈനും കൂടി എഴുതാം. ദ GSM സ്റ്റാൻഡേർഡ് അലൗസ് ടു സെൻഡ് എ മെസ്സേജ് കണ്ടെയ്നിങ് അപ് ടു 160 ക്യാരക്ടേഴ്സ്. 160ഓളം ക്യാരക്ടറുകളാണ് നമ്മളൊരു മെസ്സേജിൽ ഉണ്ടാവാൻ പറ്റുക. പിന്നെ ഇതിനകത്തുള്ള ഒരു സംവിധാനമാണ് SMSC എന്ന് പറയുന്നത്. ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ എന്ന് പറയുന്ന SMSC എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണിലേക്ക്, നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് അയക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മൊബൈൽ ഫോണിൽ നിന്നും നമ്മൾ ഈ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ അത് നെറ്റ്വർക്കിലൂടെ, അതായത് മൊബൈൽ നെറ്റ്വർക്കിലൂടെ കടന്നു പോകും. മൊബൈൽ നെറ്റ്വർക്കിൽ കുറേ ഡിവൈസുകളുണ്ട്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? SMSC എന്ന് വിളിക്കുന്നത്. എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ. ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ. ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ. അപ്പോൾ നമ്മൾ അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് ഈ SMSCയിലെത്തും. അവിടുന്ന് അത് ഈ SMSCയിൽ വരും, ദെൻ ഈ SMSCയിൽ വരും, പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തും. സോ ദിസ് ഈസ് ദ മൊബൈൽ നെറ്റ്വർക്ക്. ഓക്കെ, ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ. ഇവിടെ ഈ മെസ്സേജ്, ഇവിടുന്ന് വരുന്ന മെസ്സേജ് ഇവിടെ സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ഇങ്ങനെ സ്റ്റോർ ഫോർവേഡ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെസ്സേജ് പാസ് ചെയ്യുന്നത്, ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റു മൊബൈൽ ഫോണിലേക്ക് SMS എത്തുന്നത്. സോ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് SMSC, ദാറ്റ് ഈസ് ഷോർട്ട് മെസ്സേജ് സർവീസ് സെൻറ്റർ. ഓക്കെ, സോ നമ്മുടെ നെറ്റ്വർക്കിൽ കുറേ SMSC ഉണ്ടാവും. ആ SMSCകളിലൂടെ ആയിരിക്കും നമ്മുടെ ഈ മെസ്സേജ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് എന്ന രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് എഴുതുക. എന്താണ്? ഇങ്ങനെ എഴുതാം. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം
uses SMSC, short message service sender. Short message service sender to store and forward messages. ഇത്രയും കൂടി എഴുതിയിരിക്കുക. ആൻഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെസ്സേജസ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസസ് SMSC. ദിസ് ഈസ് SMSC. SEMSC. ടു സ്റ്റോർ ആൻഡ് ഫോർവേഡ്. എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം? എന്താണ് ടെക്നിക്ക്? സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെസ്സേജസ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യാം. ദെൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണ് SS7 എന്ന് പറയുന്നത്. ഷോർട്ട് മെസ്സേജ് സർവീസസ് SMS messages are exchanged using protocol called signaling system number 7 protocol. SMS പ്രോട്ടോക്കോൾ ഏതാണെന്ന് വെച്ചാൽ സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7. സിഗ്നലിംഗ് സിസ്റ്റം നമ്പർ 7 പ്രോട്ടോക്കോളാണ്. ദിസ് ഈസ് ദ പ്രോട്ടോക്കോൾ. എന്തിൻ്റെ പ്രോട്ടോക്കോളാണ്? SMS സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to write signaling system number 7. This is signaling system number 7. So we have done with SMS. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. MMS, മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ്. ഇതാണ് അടുത്ത മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ സർവീസ്. ഓക്കെ, മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസ്. ഇത് നമുക്കറിയാം എന്താണ് MMS. മൾട്ടിമീഡിയ പറഞ്ഞാൽ പല മീഡിയകൾ, ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ്, ഇമേജ്, ഇതെല്ലാം സെൻഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് MMS. ഇത് സാധാരണ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മൾട്ടിമീഡിയ പറഞ്ഞാൽ നമുക്ക് SMS-നകത്ത് ടെക്സ്റ്റ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിമീഡിയയിൽ എല്ലാ മീഡിയയും, ഓഡിയോ, വീഡിയോ, നമുക്ക് ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈൽ ഓഡിയോ പാസ് ചെയ്യാം, വീഡിയോ പിന്നെ സെൻഡ് ചെയ്യാം, ഇമേജ് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം MMS ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി ഉപയോഗിച്ചാൽ. അപ്പോൾ എന്താണ് MMS എന്ന് പറയാം. സോ ദാറ്റ് ഈസ് you can write multimedia messaging service. MMS is a standard way to send and receive messages. Okay, that is consist of multimedia content. Okay, എന്തൊക്കെ MMS സപ്പോർട്ട്സ് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? കണ്ടന്റ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, മ്യൂസിക്, വീഡിയോ ആൻഡ് മോർ വേണ്ട, എറ്റ്സെട്ര എന്ന് കൊടുത്താൽ മതി. ഗ്രാഫിക്സ് ഇത്ര എഴുതാം. ഓക്കെ, എല്ലാം നമുക്ക് സെൻഡ് ചെയ്യാം. ദെൻ ഈ പോയിന്റ് എഴുതാം. MMS സെർവർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോറിങ് ആൻഡ് ഹാൻഡ്ലിങ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്. ഒരു MMS സെർവർ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ SMSC പോലെ തന്നെ MMS സെർവർ ഉണ്ട്. അത് ഡാറ്റ സ്റ്റോർ ചെയ്യും, ഇൻകമ്മിങ് മെസ്സേജ് സ്റ്റോർ ചെയ്യും, ഔട്ട് ഗോയിങ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഈ MMSൻ്റെ കൂടെ തന്നെ മറ്റൊരു സംഭവമുണ്ട്. MMS പ്രോക്സി റിലേ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് പിന്നെ ഈ മെസ്സേജിനെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ട്രാൻസ്ഫർ പിന്നെ മാനേജ് ചെയ്യുന്നത്. MMS പ്രോക്സി റിലേ which is responsible for transferring messages between different messaging systems. MMS പ്രോക്സി ഡിലേ ആണ് വ്യത്യസ്തമായ മെസ്സേജിങ് സിസ്റ്റമായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് MMS. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ, ഒരു വീഡിയോ സെൻഡ് ചെയ്യുമ്പോൾ അത് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതും സെൻഡ് ചെയ്ത ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മുടെ മൊബൈലിൽ ഇൻഫർമേഷൻ കിട്ടും, അല്ലേ? നമുക്ക് അതിൻ്റെ ടിക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ MMS പ്രോക്സി റിലേ വെച്ചിട്ടാണ്. MMS പ്രോക്സി റിലേ. സോ പിന്നെ മൾട്ടിമീഡിയ സർവീസിൽ MMSനകത്ത് രണ്ട് സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ പറഞ്ഞു MMS സെർവറാണ്. എന്താണ് MMS സെർവറാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ മെസ്സേജുകൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മറ്റൊന്നാണ് MMS പ്രോക്സി റിലേ എന്ന് പറയുന്നത്. പ്രോക്സി റിലേ
ഈ MMS പ്രോക്സി റിലേ ആണ് എന്ത് ചെയ്യുന്നത്, ഈ മെസ്സേജിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാൻസ്ഫറും അതിനെ റൂട്ട് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ പിന്നെ സെൻഡർ അയച്ചത് റിസീവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതും കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ള അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സെൻഡർക്ക് കിട്ടുന്നതൊക്കെ ഈ MMS പ്രോക്സി റിലേ എന്ന ടെക്നോളജി പിന്നെ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ MMS സെർവറിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് MMS പ്രോക്സി റിലേ. സോ എന്താണ് MMSനെ കുറിച്ച്? മൾട്ടിമീഡിയ കണ്ടൻ്റായ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ ഇതൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ MMS ഉപയോഗിച്ച്. MMSനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, MMS വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വേണം, ഡേറ്റ കണക്ഷൻ വേണം. SMS-ന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇതിന് വലിയൊരു MMS സെർവർ ഉണ്ട്. ഇതാണ് ഈ മെസ്സേജിന് ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ അത് സ്റ്റോർ ചെയ്യുന്നതും ഫോർവേഡ് ചെയ്യുന്നതും അതിനെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്യുന്നതും മറ്റ് ആ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മെയിൻ്റനൻസ്, അതായത് ഇൻ ദ സെൻസ് ഇപ്പോൾ സെൻഡർ അയച്ചത് റിസീവറിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റൂട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ MMS പ്രോക്സി റിലേ ആണ് തീരുമാനിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത്, MMSനകത്ത് പഠിക്കാനുള്ളത്. ദെൻ മറ്റൊന്നാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. നമ്മളെല്ലാവരും GPS ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS-ൻ്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. എന്താണ് GPS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. നമുക്ക് ഭൂമിയിലുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പിന്നെ GPS യൂസ് ചെയ്യണം. GPS വർക്ക് ചെയ്യുന്ന കുറേ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചാൽ. അപ്പോൾ ഭൂമിക്ക് ചുറ്റും ഇത് നമ്മൾ ഭൂമിയാണെങ്കിൽ അതിന് ചുറ്റും കുറേ സാറ്റലൈറ്റുകൾ കുറേ സാറ്റലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 30ഓളം സാറ്റലൈറ്റ് ഈ GPS-നായിട്ട് പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സാറ്റലൈറ്റ് സിസ്റ്റത്തിനകത്ത്, GPS സിസ്റ്റത്തിനകത്ത്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണിനെങ്കിൽ ഒരു സമയത്ത് ഒരു 3-4 സാറ്റലൈറ്റുമായിട്ട് നമ്മുടെ പിന്നെ മൊബൈൽ ഫോൺ, നമ്മൾ മൊബൈൽ ഫോണല്ല GPS റിസീവറാണല്ലോ, നമ്മൾ GPS ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. അപ്പോൾ മൊബൈൽ ഫോണിലൊരു ആപ്പ് ഉണ്ടാവും. മൊബൈൽ ഫോൺ എന്ത് ചെയ്യും, ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എടുത്തിട്ട് പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, മൊബൈലിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഒരേ സമയം 3-4 സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് മൊബൈൽ ഫോണിനകത്തുള്ള ആപ്പ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഈ GPS സിസ്റ്റത്തിൽ സാറ്റലൈറ്റുകളുണ്ട്. എന്തൊക്കെയുണ്ട്? സാറ്റലൈറ്റ്സ് ഉണ്ട്, കുറേ സാറ്റലൈറ്റ്സ് ഉണ്ട്. ദെൻ ഈ നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള GPS റിസീവേഴ്സ് ഉണ്ട്, GPS റിസീവേഴ്സ്. ഓക്കെ, ഇത് GPS, നമ്മുടെ മൊബൈൽ ഫോൺ എന്താണ്? GPS റിസീവറാണ്. മൊബൈൽ ഫോണിൽ അതുപോലെ ചില വണ്ടികളിലൊക്കെ വെഹിക്കിളിനകത്തൊക്കെ ഇപ്പോൾ GPS റിസീവർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഈ മൊബൈൽ ഫോണിനകത്തുള്ള അഥവാ GPS റിസീവറിനകത്തുള്ള GPS റിസീവർ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്, എന്ത് ഡേറ്റയാണ് സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുക? സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്നത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ അക്ഷാംശ രേഖാംശ രേഖകൾ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡാണ് എന്ത് തരിക, സാറ്റലൈറ്റ്സ് തരിക. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമാണ് സാറ്റലൈറ്റ്സ് തരിക. ഈ സാറ്റലൈറ്റ്സ് ഒരു സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമല്ല എടുക്കുക, ഒരു 3-4 സാറ്റലൈറ്റിൽ നിന്ന് എടുക്കും. കാരണം വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മതിയാവുന്നതല്ല. അതുകൊണ്ടാണ് ഒന്നിലധികം സാറ്റലൈറ്റിൽ നിന്ന് എന്ത് എടുക്കുന്നത്, ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് ഭൂമിയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് GPS സിസ്റ്റം. അപ്പോൾ നമുക്ക് ഇതിനെ വിശദമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം ഒന്ന് നോക്കാം. എഴുതിക്കോ, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം. ഓക്കെ, എന്നിട്ട് എഴുതുക സിസ്റ്റം ദാറ്റ് ഈസ് അത്ര എഴുതിക്കോ, ദാറ്റ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ. ഇത്ര എഴുതിയാൽ മതി, യൂസ്ഡ് ടു ലൊക്കേറ്റ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ. എന്നിട്ട് എഴുതുക, ഇങ്ങനെ എഴുതാം,
ഇറ്റ് യൂസസ് എന്നിട്ട് ഇങ്ങനെ എഴുതാം, ഇറ്റ് യൂസസ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ്. അത് ഭൂമിയുടെ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഉപയോഗിക്കുന്നു. ഈ GPS സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് US ആണ്. പണ്ട് എല്ലാ രാജ്യങ്ങളും US-നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. കാരണം അവരുടെ കയ്യിലായിരുന്നു ഈ ടെക്നോളജി ഉണ്ടായിരുന്നത്. GPS സാറ്റലൈറ്റ്സുകൾ അവരായിരുന്നു സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും സ്വന്തമായിട്ട് GPS സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനകത്തുള്ള മറ്റ് ചില പോയിൻറ്റ്സ് കൂടി എഴുതാം. The radio signals from the satellites are picked up by the GPS receiver. അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് പോയിന്റ്, റേഡിയോ സിഗ്നൽസ് ഫ്രം സാറ്റലൈറ്റ്സ് ആർ പിക്ക്ഡ് അപ്പ് ബൈ ദ GPS റിസീവർ. അപ്പോൾ GPS റിസീവർ എന്ത് ചെയ്യും? ഈ സാറ്റലൈറ്റ് വരുന്ന സിഗ്നൽ സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? GPS receivers take the information transmitted from the satellite to calculate USA's exact location on the earth. ഈ സാറ്റലൈറ്റ് വരുന്ന റേഡിയോ സിഗ്നൽസ് GPS റിസീവർ എടുക്കും. ആ സിഗ്നൽസിനകത്ത് രണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവുക, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓഫ് ദ എർത്ത്, അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, GPS ഈസ് എ ഗ്രൂപ്പ് ഓഫ് ദ ബേസിസ് ഓഫ് GPS ഈസ് എ ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി ഓർബിറ്റിംഗ് ദ എർത്ത്. ആ പോയിൻറ്റും കൂടി എഴുതാം. അതായത് GPS എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സാറ്റലൈറ്റ് ബേസ്ഡ് സിസ്റ്റം അല്ല, ഒന്നിലധികം സാറ്റലൈറ്റുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് GPS. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ സാറ്റലൈറ്റ് എന്നല്ല അറ്റ് എ ടൈമിൽ. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും ഒരു GPS സിസ്റ്റത്തിൽ 30ഓളം സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, 30ഓളം സിസ്റ്റംസ്. അതിനകത്ത് എല്ലാ സാറ്റലൈറ്റുമായിട്ട് ഒരേ സമയം നമ്മൾ കണക്ട് ചെയ്യില്ല, 3ഓ 4ഓ സാറ്റലൈറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ GPS എനേബിൾ ചെയ്താൽ ഒരേ സമയം 3ഓ 4ഓ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു ലൊക്കേഷൻ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നോ ഇത്ര എഴുതിയല്ലോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് സാറ്റലൈറ്റ് ആണ്. ഗ്ലോബൽ പൊസിഷനിങ് GPS നെറ്റ്വർക്ക് സാറ്റലൈറ്റ് ആണ് ഈ കാണുന്നത്. ഈ സാറ്റലൈറ്റിൽ നിന്ന് ഇപ്പോൾ ഇത് ഒരു വെഹിക്കിളാണ്. ഇവിടെയുള്ള സിനാരിയോ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒരു ലോജിസ്റ്റിക്സ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കമ്പനിയുടെ പ്രൊഡക്ട്സ് ട്രക്ക് വഴി മറ്റ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ട്രക്കിനെ കമ്പനിക്ക് അവരുടെ ഗോഡൗണിൽ നിന്നും മോണിറ്റർ ചെയ്യണം, അവരുടെ കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും മോണിറ്റർ ചെയ്യണം. അപ്പോൾ കമ്പനിയിലൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. ആ കമ്പ്യൂട്ടർ ഇരുന്ന് കൊണ്ട് ഈ ട്രക്ക് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉപയോഗിക്കുക? ട്രക്കിനകത്തൊരു GPS റിസീവർ ഉണ്ടാവും. എന്താണ്? ട്രക്കിനകത്തൊരു GPS റിസീവർ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന റേഡിയോ സിഗ്നൽ GPS റിസീവർ സ്വീകരിക്കും. ഈ സിസ്റ്റം, ഈ ട്രക്കിലെ GPS റിസീവർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത ഈ കമ്പനിയുടെ ലാപ്ടോപ്പിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇൻ്റർനെറ്റിൽ വഴി എന്ത് ചെയ്യാം? ഈ വെഹിക്കിളിനെ ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആമസോൺ ഡെലിവറി ചെയ്യുന്ന ഒരു കുട്ടിയുടെ മൊബൈൽ ഫോണിൽ GPS എനാബിൾ ആയിട്ടുണ്ടെങ്കിൽ ആമസോൺ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പം ആ ഡെലിവറി ബോയ് ഇപ്പോൾ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എവിടെയാണുള്ളത്, അത് ഇന്ന ലൊക്കേഷനിലെത്തി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ജസ്റ്റ് GPS ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാം, ഒരു വെഹിക്കിളിനെ ട്രാക്ക് ചെയ്യാം, ഒരു മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്യാം. എന്ത് ഉപയോഗിച്ച്? ഈ GPS സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഈ സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുകൂടെ പറയാം. ഈ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ശ്രദ്ധിക്കുക. സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഈ വെഹിക്കിളിലുള്ള GPS റിസീവർ സ്വീകരിക്കും. അപ്പോൾ ഈ വെഹിക്കിളിലെ ലൊക്കേഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി എന്ത് ചെയ്യാം? ഈ
ഈ വെഹിക്കിളിനെ നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇതെവിടെയാണ് ഇരിക്കുന്നത്, എവിടെ എത്തിയിട്ടുണ്ട്, ഏത് റൂട്ടിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ് GPS ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. GPS ഈസ് യൂസ്ഡ് ഫോർ വെഹിക്കിൾ ഫ്ലീറ്റ് ട്രാക്കിംഗ്, അതായത് ഈ വാഹനങ്ങൾ ട്രാക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ മറ്റ് ഉപയോഗങ്ങൾ GPS ഈസ് യൂസ്ഡ് ഫോർ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. എയർക്രാഫ്റ്റ് നാവിഗേഷൻ ഉപയോഗിക്കാം. അതായത് വിമാനങ്ങൾ യാത്ര, അതിൻ്റെ പൊസിഷനും അതിൻ്റെ നാവിഗേഷൻ, അതിൻ്റെ യാത്രയ്ക്ക് അത് ഉപയോഗിക്കാം. ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ഉപയോഗിക്കാം. GPS ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഓയിൽ എക്സ്പ്ലോറേഷൻ, എണ്ണപ്പാടങ്ങൾ കണ്ടെത്താൻ, ഫാമിംഗ് ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അറ്റ്മോസ്ഫറിക് സ്റ്റഡീസ്, നമ്മളെ പിന്നെ നമുക്കെന്ത് പറയാം, നമ്മുടെ കാലാവസ്ഥയെ പഠിക്കാൻ, അങ്ങനെയുള്ള തുടങ്ങിയ കുറേ കാര്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാം, GPS ഉപയോഗിക്കാം. സോ വൺ ഈസ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫ്ലീറ്റ് ട്രാക്കിംഗ്, അതായത് ഫ്ലീറ്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളെ ട്രാക്ക് ചെയ്യുക. 2 എയർക്രാഫ്റ്റ് നാവിഗേഷൻ, വിമാനം പറത്താൻ ഉപയോഗിക്കാം. അതുപോലെ ഓയിൽ എക്സ്പ്ലോറേഷൻ ഉപയോഗിക്കാം, ഫാമിങ്ങിന് ഉപയോഗിക്കാം, അല്ലേ, നമ്മുടെ കാലാവസ്ഥാ പഠനത്തിന്, അറ്റ്മോസ്ഫറിക് സ്റ്റഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് വാട്ട് GPS ഈസ് ഓൾ അബൌട്ട്. സോ നമ്മൾ ഏകദേശം GPS കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്മാർട്ട് കാർഡ്സ് ആണ്. സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്താണ് സ്മാർട്ട് കാർഡ് പറയുന്നത്? നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സിം കാർഡില്ലേ, അത് സ്മാർട്ട് കാർഡാണ്. അതുപോലെ നമ്മുടെ ATM കാർഡുകൾ സ്മാർട്ട് കാർഡാണ്. നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ സ്മാർട്ട് കാർഡുകളാണ്. ഈ കാർഡുകൾ, പ്ലാസ്റ്റിക് കാർഡ്, അതിനകത്തൊരു ചിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടായിരിക്കും. ആ മെമ്മറിയിൽ നമ്മുടെ ആരുടെ ഡേറ്റയാണോ ആ ഡേറ്റ ഉണ്ടാവും. അത് പ്രോസസ്സ് ചെയ്യാനുള്ള ചിലപ്പോൾ പ്രോസസ്സിങ് കപ്പാസിറ്റി ഉണ്ടാവും. ചിപ്പുകളാണെങ്കിൽ, മൈക്രോ പ്രോസസ്സർ ഉണ്ടെങ്കിൽ, ചിപ്പിനകത്ത് മൈക്രോ പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിന് പ്രോസസ്സിങ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാർഡിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുക. സ്മാർട്ട് കാർഡിന് എക്സാമ്പിളാണ് നമ്മൾ ATM കാർഡ്, നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. ഇങ്ങനെയുള്ളൊരു ചിപ്പ് ഉണ്ടായിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന ഇങ്ങനെയുള്ളൊരു ചിപ്പുള്ള ഏത് കാർഡും എന്താണ്? സ്മാർട്ട് കാർഡാണ്. നമ്മുടെ മൊബൈൽ ഫോണിനകത്താണെങ്കിൽ നമ്മുടെ സിം കാർഡ് സ്മാർട്ട് കാർഡാണ്. സിം കാർഡ് എന്താണ്? സ്മാർട്ട് കാർഡാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. എഴുതിക്കോ. എ സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് എംബഡഡ് വിത്ത് എ കമ്പ്യൂട്ടർ ചിപ്പ് ഓർ മെമ്മറി ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട്സ് ഡേറ്റ. ഓക്കെ, സ്മാർട്ട് കാർഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത്രയും കൂടെ എഴുതിക്കോ. ഇത് വേണമെങ്കിൽ ഇത്ര എഴുതിയാലും മതി കേട്ടോ, ഇത്ര എഴുതിയാലും മതി. പിന്നെ ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട് ഡേറ്റ എന്ന് ആവശ്യമുള്ളവർ എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ എഴുതേണ്ടത് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്മാർട്ട് കാർഡ് ഈസ്. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? സെക്യൂർ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പിൻ നമ്പർ അറിഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ATM കാർഡ്, അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിം കാർഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാം വേണമെങ്കിൽ, പക്ഷേ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ശരിയാണല്ലോ. ഇൻ്റലിജൻ്റ് ആണ്. സ്മാർട്ട് കാർഡ് ഇൻ്റലിജൻ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സിം കാർഡ് എടുക്കുക. സിം കാർഡ് നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുമ്പോൾ നമ്മൾ മൊബൈൽ മാത്രമേ റിങ് ചെയ്യുള്ളൂ. പക്ഷേ ആ സിഗ്നൽ നമ്മുടെ നമ്മൾ നിൽക്കുന്ന എല്ലാ ഭാഗത്തും ആ സിഗ്നൽ വരുന്നുണ്ട്, അല്ലേ? സിഗ്നൽ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ മൊബൈൽ ഫോൺ മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, വേറെ മൊബൈൽ ഫോൺ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ആ സബ്സ്ക്രൈബർ നമ്പറിന് പറ്റിയ ഒരു പിന്നെ സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏത് സിം കാർഡാണോ ഉള്ളത് അതിന് മാത്രമേ ഉള്ളൂ. ഏത് സിം കാർഡിലിട്ട സിം കാർഡിൻ്റെ മൊബൈലാണ് അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ്റലിജൻ്റ് ആണ് എന്ത് പറയുന്നത്? സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് ആൻഡ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ്, അതായത് നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്മാർട്ട് കാർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സ്മാർട്ട് കാർഡ് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനകത്തൊരു ചിപ്പ് എംബഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി ഉണ്ട്, അത് പിന്നെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്യൂർ ആണ്, അതായത് ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണ്, അതായത് നമ്മുടെ കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഇൻ്റലിജൻ്റ് ആണ്, അതിന് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ കൺവീനിയൻ്റ് ആണ്, നമുക്ക് പോക്കറ്റിൽ ഇട്ടാൽ അല്ലെങ്കിൽ പേഴ്സിനൊക്കെ അതൊക്കെ ഇട്ട് നമുക്ക് അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് സ്മാർട്ട് കാർഡ്സ്. ദെൻ നമ്മുടെ മൊബൈലിനകത്ത് ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡ്. See, in mobile communication, the smart card technology is used in subscriber identity module or SIM card for GSM phone systems. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഒരു പിന്നെ സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഏത് സബ്സ്ക്രൈബറാണോ ആ സബ്സ്ക്രൈബറെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പിന്നെ കാർഡാണ് സിം കാർഡ്. ഓക്കെ, ഇത് ഒരു സ്മാർട്ട് കാർഡിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ,
സ്മാർട്ട് കാർഡ് പിന്നെയും പല സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കാം? ക്രെഡിറ്റ് കാർഡ്. സ്മാർട്ട് കാർഡ്സ് ആർ ഓൾസോ വർക്കേഴ്സ്. ക്രെഡിറ്റ് കാർഡ്സ്, ATM കാർഡ്സ് അല്ലേ, ഫ്യൂവൽ കാർഡ്സ്, ഓതറൈസേഷൻ കാർഡ്സ് ഫോർ ടെലിവിഷൻ റിസീവർ അല്ലേ, TV കാർഡൊക്കെ ഇല്ലേ. ഹൈ സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ്, അതായത് നമുക്കിപ്പോൾ ഒരു കമ്പനിയിലേക്ക് എംപ്ലോയി ആണെങ്കിൽ കമ്പനിയിലേക്ക് പിന്നെ കമ്പനിയുടെ ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് കാർഡ് ആ ഡോറിൽ സ്വൈപ്പ് ചെയ്താലാണ് ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഹൈ സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ കാർഡും അങ്ങനെയുള്ള പല പേർപ്പസിനും എന്ത് യൂസ് ചെയ്യാം? സ്മാർട്ട് കാർഡുകൾ ഉപയോഗിക്കാം. ATM കാർഡ് ആയിട്ട് ഉപയോഗിക്കാം. ഫ്യൂവൽ കാർഡ്, നമ്മൾ പെട്രോൾ അടിക്കാനുള്ള കാർഡ് ഉണ്ട്. അതുപോലെ ഓതറൈസേഷൻ കാർഡ്സ് ഫോർ ടെലിവിഷൻ റിസീവർ, നമുക്ക് TV കാർഡുകളുണ്ട് അല്ലേ. അത് അങ്ങനെ പല രീതിയിലും നമുക്ക് സ്മാർട്ട് കാർഡുകൾ യൂസ് ചെയ്യാം. ബേസിക്കലി സ്മാർട്ട് കാർഡ് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനകത്തൊരു ചിപ്പ് ഉണ്ടായിരിക്കും, മെമ്മറി ഉണ്ടായിരിക്കും, അതിന് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ പ്രോസസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പഠിക്കാൻ പോകുന്നത്. എഴുതിക്കോ. എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൊബൈൽ ഡിവൈസ്. മൊബൈൽ ഫോണുകളിലും മൊബൈൽ ഡിവൈസസ് പിന്നെ ടാബ്ലറ്റ് PC-കളിലൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതും ആ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ വേണം. നമുക്കറിയാം പല കമ്പനിയുടേതുണ്ട് അല്ലേ. നമുക്ക് ആൻഡ്രോയിഡ് ഉണ്ട്, ആപ്പിളിൻ്റേതുണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, വിൻഡോസ് ഉണ്ട്. അങ്ങനെ പല കമ്പനികളുടെ എന്തുണ്ട് പിന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓരോ മൊബൈൽ ഫോണിനനുസരിച്ച് ഇപ്പോൾ സാംസങ് ആണെങ്കിൽ അതിനകത്ത് ആൻഡ്രോയിഡ് ആയിരിക്കും, ഐഫോൺ ആണെങ്കിൽ ആപ്പിളിൻ്റെ OS ആയിരിക്കും, ബ്ലാക്ക്ബെറി ആണെങ്കിൽ ബ്ലാക്ക്ബെറിയുടെ OS ആയിരിക്കും, വിൻഡോസിൻ്റേതാണെങ്കിൽ പിന്നെ വിൻഡോസ് OS ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. തന്നെ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്? A mobile operating system manages hardware, multimedia functions, internet connectivity, etc. in mobile device. ഒരു മൊബൈൽ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും അല്ലേ. അത് വർക്ക് ചെയ്യിക്കുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ OS ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് ആദ്യത്തെ ഫങ്ഷൻ. അതിൻ്റെ ഹാർഡ്വെയറിനെ അത് പിന്നെ ഹാൻഡിൽ ചെയ്യും, മാനേജ് ചെയ്യും. ഓക്കെ. മറ്റൊരു കാര്യം മൾട്ടിമീഡിയ ഫങ്ഷൻസ്. നമുക്ക് ടെക്സ്റ്റും മെസ്സേജും ഓഡിയോയും വീഡിയോ ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഈ OS ഉള്ളത് കൊണ്ടാണ്. ഈ OS ഇല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് സിനിമ കാണാനോ അതിനകത്ത് നമുക്ക് ഇമേജ് കാണാനോ അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് കാണാനോ ഒന്നും സാധിക്കുകയില്ല. മൾട്ടിമീഡിയ ഫങ്ഷൻസ് ഒക്കെ നൽകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷന് സാധ്യമാക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതെല്ലാം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതായത് ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ ഫംഗ്ഷനൊക്കെ സാധിപ്പിച്ച് തരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്ക് അഡീഷണൽ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മാത്രം. OS ഇല്ലെങ്കിൽ മറ്റൊരു ആപ്സും വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ആൻഡ്രോയിഡ് ഫ്രം ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ്, iOS ഫ്രം ആപ്പിൾ കമ്പനിയുടെ iOS, ബ്ലാക്ക്ബെറി ഫ്രം ബ്ലാക്ക്ബെറി എന്ന കമ്പനിയുടെ ബ്ലാക്ക്ബെറി OS, വിൻഡോസ് ഫോൺ ഫ്രം മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഫോൺ. ഇത്രയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ്രോയിഡ് എല്ലാവർക്കും അറിയാം. ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടേതായിരുന്നു. പിന്നെ ഗൂഗിൾ അത് വാങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റേതാണ്. iOS ഫ്രം ആപ്പിൾ കമ്പനിയുടെ iOS. ഓക്കെ. ബ്ലാക്ക്ബെറി OS ഏത് കമ്പനിയാണ്? ബ്ലാക്ക്ബെറി എന്ന കമ്പനി തന്നെയാണ്. വിൻഡോസ് ഫോൺ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് കമ്പനിയുടേതാണ്? മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടേതാണ്. ഇത്രയും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാനായിട്ടുള്ളത്. നൗ ആൻഡ്രോയിഡിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം പഠിക്കുന്നു എന്ന് മാത്രം. എന്താണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആദ്യം ആൻഡ്രോയിഡ് നമ്മൾ സാംസങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ലിനക്സിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എഴുതിക്കോ ആദ്യമായിട്ട്. ആൻഡ്രോയിഡ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻഡ് മെയിൻലി ഫോർ ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസസ്. ടച്ച് സ്ക്രീൻ മൊബൈൽ ഡിവൈസിന് ഉണ്ടാക്കിയിരിക്കുക. ടച്ച് സ്ക്രീനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആൻഡ്രോയിഡിൻ്റെ. അത് പിന്നെ ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ലിനക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്നത്
The Android OS consists of a kernel based on Linux kernel. Android OSൻ്റെ കേണൽ എന്ന് പറയുന്നത്, കേണൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് തരുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ കേണൽ എന്ന് പറയുക. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് തരുന്ന പ്രോഗ്രാമിനെയാണ് കേണൽ എന്ന് പറയുന്നത്. ഈ ആൻഡ്രോയിഡ് OSൻ്റെ കേണൽ ശരിക്കും ലിനക്സ് കേണൽ പറഞ്ഞിട്ട് സംഭവമുണ്ട്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് തരുന്ന അതിൻ്റെ കോർ പ്രോഗ്രാമുകളെയാണ് നമ്മൾ കേണൽ എന്ന് പറയുക. അപ്പോൾ ഈ ലിനക്സ് കേണലിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചിരിക്കുന്നത്. നൗ ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇതിനകത്ത് എൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്നുണ്ട്. ആദ്യം അതൊന്നും ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് വേണമെങ്കിൽ ആൻഡ്രോയിഡ് ഇൻകോപ്പറേറ്റഡ് എന്നുള്ള കമ്പനിയായിരുന്നു ഇത് ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതിനെ ഗൂഗിൾ എന്ന കമ്പനി ഏറ്റെടുത്തു. പിന്നെ അങ്ങനെയുള്ള ചില ഹിസ്റ്ററിക്കൽ ഇൻഫർമേഷൻ ഉണ്ട്, അത് അത്ര പ്രധാനപ്പെട്ടതല്ല. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യൂസർ ഇൻ്റർഫേസാണ്. പിന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂസർ ഇൻ്റർഫേസാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ. ഈ പോയിൻ്റ് എഴുതിക്കുക. ദ യൂസർ ഇൻ്റർഫേസ് ഓഫ് ആൻഡ്രോയിഡ് ഈസ് ബേസ്ഡ് ഓൺ ടച്ച് ഇൻപുട്സ് like swiping, tapping, pinching and reverse pinching to manipulate on-screen objects. അപ്പോൾ ടച്ച് ഇൻപുട്ട്സ് ഏതൊക്കെ സ്വൈപ്പ് ചെയ്യുക, നമുക്കറിയാമല്ലോ എന്താ സ്വൈപ്പ് ചെയ്യുക. ജസ്റ്റ് സ്ക്രീനിലൂടെ നമുക്ക് ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഒന്ന് വലിക്കാം അല്ലേ, സ്വൈപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തോ ഡബിൾ ക്ലിക്ക് ചെയ്തോ എടുക്കുന്ന രീതി. പിഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂമിനും സൂം ഔട്ടും, പിഞ്ചിനും റിവേഴ്സ് പിഞ്ചിങ്ങും ഉണ്ടല്ലോ, പിഞ്ചിങ് ആൻഡ് റിവേഴ്സ് പിഞ്ചിങ്. നമ്മൾ സൂമിനും സൂം ഔട്ടും ചെയ്യാൻ നമ്മൾ 2 ഫിംഗർ ഉപയോഗിച്ച് പിഞ്ചിങ് ഇൻ ചെയ്യും അല്ലേ, പിന്നെ റിവേഴ്സ് പിൻ ചെയ്യും. സൂം ഇൻ ചെയ്യാൻ റിവേഴ്സ് പിൻ ചെയ്യും, സൂം ഔട്ട് ചെയ്യാൻ പിൻ ചെയ്യും. സോ അങ്ങനെയുള്ള കുറേ പിന്നെ ടച്ച് ഇൻപുട്സാണ് നമ്മളൊരു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുക അല്ലേ. നമ്മളധികം കീബോർഡൊന്നും ഉപയോഗിക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ വിഷ്വൽ കീബോർഡ് ഉപയോഗിക്കും. പക്ഷെ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുക എന്തൊക്കെയാണ്, സ്വൈപ്പ് ചെയ്യും അല്ലേ, ടാപ്പ് ചെയ്യും, പിൻ ചെയ്യും, റിവേഴ്സ് പിൻ ചെയ്യും. ഇതൊക്കെയാണ് ഒരു ടച്ച് സ്ക്രീനിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, ടച്ച് ഇൻപുട്സ് എന്ന് പറയുന്നത്. ഇനി കുറേ അധികം വെർഷൻസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ആൻഡ്രോയിഡ് OSന്. അതിൻ്റെ തുടക്കക്കാരനെന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തുടക്കക്കാരെന്ന് പറയുന്നത് കപ്പ് കേക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന 1.5 ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. പിന്നെ കുറേ പേരിൽ ഡോണറ്റ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് വെർഷൻ, എക്ലെയർ, ഫ്രോയോ, കുറേ സീഡ്സിൻ്റെയൊക്കെ പേരിൽ ജിഞ്ചർ ബ്രെഡ്, ഹണി കോംബ്, ഐസ്ക്രീം സാൻഡ്വിച്ച്, ഇങ്ങനെ കുറേ വെർഷൻസ് വന്നിട്ടുണ്ട്. ജെല്ലി ബീൻ, കിറ്റ് കാറ്റ്. ലേറ്റസ്റ്റ് വെർഷൻ എനിക്ക് തോന്നുന്നത് പേരൊന്നും കൊടുത്തിട്ടില്ല, ആൻഡ്രോയിഡ് വെർഷൻ 11 ആണെന്ന് തോന്നുന്നു. ആൻഡ്രോയിഡ് വെർഷൻ 10 2019 ഇറങ്ങി, ആൻഡ്രോയിഡ് വെർഷൻ 11 2020 ഇറങ്ങി. അതിന് ഇതുപോലെയുള്ള കോഡ് നെയിംസ് കൊടുത്തിട്ടില്ല. ഈ കോഡ് നെയിം ചില നേരത്തൊക്കെ ചോദിച്ചിരുന്നു, ആൻഡ്രോയിഡ് വെർഷൻ്റെ കോഡ് നെയിംസ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, എല്ലാം ഒന്നും വേണ്ട, കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഇതിന് ശേഷം വേറെ കുറേ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പുതിയ ലിസ്റ്റുകൾ നമുക്ക് ഗൂഗിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ നെറ്റ്വർക്ക് ചെറിയൊരു സ്ലോ ആയതുകൊണ്ട് നോക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് ഓക്കെ വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. നോക്കാം നമുക്ക് ആൻഡ്രോയിഡിൻ്റെ വെർഷൻസ്. ഇതാ ഇവിടെയുണ്ട് ആൻഡ്രോയിഡിൻ്റെ വെർഷൻസ്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ലിസ്റ്റായിട്ട് കാണാം. ഇതാ ഇവിടെയുണ്ട്. കപ്പ് കേക്ക് എന്നുള്ളതാണ് ആദ്യമായിട്ട് വന്നിരുന്നത് അല്ലേ. 1.5 മുമ്പ് കോഡ് നെയിംസ് ഇല്ല കേട്ടോ, മുമ്പും വന്നിട്ടുണ്ട്. വെർഷൻ 1, 1.1 ഒക്കെ ഉണ്ട്. എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണി കോംബ്, ഐസ്ക്രീം സാൻഡ്വിച്ച്, കിറ്റ് കാറ്റ്, ലോലിപോപ്പ്, ഇങ്ങനെ മനോഹരമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻഡ്രോയിഡ് OSന് കൊടുത്തത്. ഓറിയോ, പൈ. അവസാനം വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. അതിന് കോഡ് നെയിം ഇല്ല. സെപ്റ്റംബർ 2019 അത് ഇറങ്ങിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വൺ ഐ തിങ്ക് ദിസ് ഈസ് ദ വൺ. ഇതിനും പുതിയത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, വിക്കിപീഡിയയിലുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സോ 11 ഇത് സെപ്റ്റംബർ 2020 വന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻഡ്രോയിഡ് OS. ഓക്കെ.
ദെൻ ഇതിനകത്തുള്ള ഒരു പോയിന്റ് എഴുതാം. ആൻഡ്രോയിഡ് ആപ്സ് ആർ എഴുതിക്കുക. ആൻഡ്രോയിഡ് ആപ്സ് ആർ റിട്ടൺ യൂസിങ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് എഴുതാം. നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതാം. ആപ്ലിക്കേഷൻ റണ്ണിങ്, നമ്മുടെ ഈ ആൻഡ്രോയിഡിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനെയാണ് നമ്മൾ ആപ്സ് എന്ന് വിളിക്കുന്നതല്ലേ. പൊതുവെ ഇപ്പോൾ എല്ലാത്തിലും ആപ്സ് എന്നാണ് വിളിക്കുക. ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ആപ്ലിക്കേഷൻസ് റണ്ണിങ് ഓൺ ആൻഡ്രോയിഡ് OS is called apps എന്ന് വിളിക്കും അല്ലേ. ആപ്സ് എന്ന് വിളിക്കും. ഈ ആപ്സ് എഴുതുന്നത് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവ സ്ക്രിപ്റ്റ് അല്ല, ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, പൊതുവിൽ ആപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതിനകത്ത് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ടുള്ള, പിന്നെ വേണമെങ്കിൽ ഒരു ടേം കൂടി പഠിക്കാം. ഇതെഴുതാം. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെവലപ്പ് ആപ്ലിക്കേഷൻസ്. യൂസ്ഡ് ടു ഡെവലപ്പ് എന്ന് എഴുതിയിട്ട് എഴുതാം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ്. ഇത്ര എഴുതി വെക്കാം. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് പറഞ്ഞ ഒരു ഫ്രെയിംവർക്കാണ്. ആ ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്നുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ആൻഡ്രോയിഡ് ആപ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ ആപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡൺ. സോ വി ഹാവ് ഡൺ വിത്ത് ആൻഡ്രോയിഡ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ റൺ ചെയ്യാനാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ്, ആപ്പിളിൻ്റെ iOS, അതുപോലെ ബ്ലാക്ക്ബെറി, വിൻഡോസ് ഫോൺ എന്ന കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്? അതിൻ്റെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യും, മൾട്ടിമീഡിയ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി തരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട OS എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫ്രം ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് എന്ന OS ആണ്. iOS ആപ്പിളിൻ്റെ iOS, ബ്ലാക്ക്ബെറി OS ഫ്രം ബ്ലാക്ക്ബെറി, വിൻഡോസ് ഫോൺ എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത്? ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത്. ആൻഡ്രോയിഡ് ഇൻകോർപ്പറേറ്റഡ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്തത്. ലേറ്റർ അത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. ദെൻ ഇതിലെ പ്രധാനപ്പെട്ട ടച്ച് ഇൻപുട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വൈപ്പിംഗ്, ടാപ്പിംഗ്, പിഞ്ചിങ്, റിവേഴ്സ് പിഞ്ചിങ് തുടങ്ങിയൊക്കെയാണ് നമുക്ക് സ്ക്രീനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ വെർഷൻസ് ആണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ നമ്മൾ ആൻഡ്രോയിഡ് ആപ്സ് എന്ന് വിളിക്കുന്നു അല്ലേ. പിന്നെ മറ്റൊരു കാര്യം ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന സംഭവമാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ആപ്സ് ഡെവലപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആപ്സ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് എന്ന ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാം. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റി ഒരുക്കിയ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡൺ വിത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറേ കഴിഞ്ഞിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താം. കോപ്പിറൈറ്റ് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇൻഫ്രിഞ്ച്മെൻറ്റ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിയായിട്ട്, സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്കാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതൊന്ന് ഐഡൻറ്റിറ്റി തെഫ്റ്റ് പഠിക്കണം. മറ്റൊന്ന് നമുക്ക് ഹരാസ്മെൻറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. മറ്റൊന്ന് വി ഹാവ് ഇംപേഴ്സണൈസേഷൻ ആൻഡ് ചീറ്റിംഗ് എന്നുള്ള ടോപ്പിക്കുണ്ട്. വയലേഷൻ ഓഫ് പ്രൈവസി ഉണ്ട്. ദെൻ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു തീരാം. ദെൻ ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. ഇത്രയും ഡിസ്കസ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ നമ്മൾ 10 മിനിറ്റിനകം അല്ലെങ്കിൽ 5 മിനിറ്റിനകം നമുക്കിത് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ഗോ അഹെഡ്. നോക്കാം നമുക്ക്. എഴുതിക്കോ, സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ പോയിൻറ്റ്സ് എഴുതാൻ നോക്കാം. നമുക്ക്
അതിലാദ്യത്തേത് ഫസ്റ്റ് സൈബർ വ്യക്തിക്കെതിരെയുള്ളതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. നമ്മുടെ ഐഡൻറ്റിറ്റി മോഷ്ടിച്ച് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ്, നമ്മളെ ഇമെയിൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് മറ്റൊരാൾ ഉപയോഗിക്കുക, നമ്മളറിയാതെ ഉപയോഗിക്കുക, അത് തെഫ്റ്റാണ്. അത് നമ്മൾ പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻസ്, അതുപോലെയുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ മറ്റൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഡേറ്റ മറ്റൊരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകാം, സെക്യൂരിറ്റി ഡേറ്റാസ്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നോട്ടായിട്ട് ഇങ്ങനെ എഴുതാം: ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഒക്കേഴ്സ് വെൻ സം വൺ യൂസസ് അനദർ പേഴ്സൺസ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ലൈക്ക് ദെയർ നെയിം, ക്രെഡിറ്റ് കാർഡ് നമ്പർ എറ്റ്സെട്ര വിത്തൗട്ട് ദെയർ പെർമിഷൻ ടു കമ്മിറ്റ് ഫ്രോഡ് ഓർ ക്രൈംസ്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് വേണമെങ്കിൽ ഇതും കൂടി എഴുതാം: ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്റ്റീലിംഗ് എ പേഴ്സൺസ് ഐഡൻറ്റിറ്റി. എത്ര എഴുതി വെച്ചാൽ മതി. എന്താണ്? ഒരു വ്യക്തിയുടെ യൂസർ നെയിം, പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡൻഷ്യൽസ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, അതിൻ്റെ പിൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുകയും അയാൾ അത് തെറ്റായ കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക. അതായത് ഫ്രോഡ്, അതുപയോഗിച്ച് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അതുപയോഗിച്ച് നമ്മളെ ഇമെയിൽ കയറിയിട്ട് മറ്റൊരാൾക്ക് മെയിൽ ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുകയാണ്, കമ്പനിയുടെ ഒഫീഷ്യൽ ഇമെയിലിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നമ്മളെ അത്ര ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് കിട്ടി. അയാൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ കയറിയിട്ട് കമ്പനിയുടെ HR മെസ്സേജ് അയക്കുകയാണ്: ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? നമ്മളെ ടെർമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ ചില കമ്പനി എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷനോട് ചോദിക്കില്ല, അവരെ ആക്സെപ്റ്റ് ചെയ്യും, നമ്മളെ പറഞ്ഞു വിടും അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാം, നമ്മുടെ ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡും കിട്ടി, നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് അയാൾ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോവുക. നമ്മുടെ ഐഡൻറ്റിറ്റി, ഇൻ്റർനെറ്റിലെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അല്ലേ. ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻ നമ്പർ അല്ലേ, ക്രെഡിറ്റ് കാർഡും പിൻ നമ്പറും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുകയും അയാൾ അത് തെറ്റായ കാര്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ, മനസ്സിലായല്ലോ. അത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണമെങ്കിൽ ഇത്രയും കൂടെ എഴുതാം: ദിസ് ഇസ് ഡൺ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് ട്രാൻസ്ഫറിങ് മണി ഫ്രം വിക്ടിംസ് ബാങ്ക് അക്കൗണ്ട്, പേയ്മെൻറ്റ് ഫോർ പർച്ചേസസ്, അതുപോലെ victims bank account, payments for purchases, defaming a person through social media, etc. ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മറ്റൊരാൾക്ക് കിട്ടി, അത് ഉപയോഗിച്ച് അയാൾ പർച്ചേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളെ യൂസർ നെയിം പാസ്വേഡും കിട്ടി, ഒരാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് കയറി, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം പാസ്വേഡും കിട്ടി, മറ്റൊരാൾ കയറി, എന്നിട്ട് നമ്മെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി വളരെ തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ ശിക്ഷാർഹമാണ് കേട്ടോ. 3 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷമൊക്കെ തടവുകൾ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിനിമം 2-3 വർഷമൊക്കെ തടവ് കിട്ടുന്ന വലിയ എമൗണ്ട്, 1 lakh, 2 lakhs, 10 lakhs, ലൈഫ് ടൈം ഇംപ്രിസൺമെൻ്റ് ഒക്കെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട് ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹരാസ്മെൻ്റ് ആണ്. ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹരാസ്മെൻറ്റ്? Posting humiliating comments focusing on gender, race, religion, nationality at a specific individual in chat rooms, social media, emails, etc. is harassment. എന്ന് പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പിന്നെ വർഗത്തിൻ്റെയോ തൊലിയുടെയോ നിറത്തിൻ്റെയോ ഒക്കെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണ് ഹരാസ്മെൻറ്റ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ തൊലിയുടെ പേരിലോ മുടിയുടെ നിറത്തിൻ്റെ പേരിലോ സെക്സിൻ്റെ പേരിലോ, അതായത് മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിലിനെ കുറ്റം പറയുക, പെണ്ണുങ്ങളെ കുറ്റം പറയുക, ആണുങ്ങളെ കുറ്റം പറയുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അനുവദനീയമല്ല, ഹരാസ്മെൻ്റാണ്. സോഷ്യൽ മീഡിയയായ ചാറ്റ് റൂംസ്, നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇമെയിലൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ, ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ 2 നിയമങ്ങളുണ്ട്. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ്, IPC എന്നറിയപ്പെടും അല്ലേ, IPC, ഇന്ത്യൻ പീനൽ കോഡ്, IPC. മറ്റൊന്നാണ് IT ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ITA എന്നറിയുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഈ ITA വെച്ചിട്ടാണ് സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ
തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം IPC അനുസരിച്ച് 18 താഴെയുള്ള കുട്ടികളുടെ ടീനേജുള്ള കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾക്ക് ചെറിയ ഇളവുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ITA വെച്ചിട്ടുള്ള ശിക്ഷകൾ ഏജ് ലിമിറ്റ് ഇത്രയോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല പലപ്പോഴും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികളാണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. നൗ ഇതിനകത്ത് അധികം കാര്യങ്ങൾ, ഇതിനകത്ത് മറ്റൊരു ടേമാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സൈബർ സ്റ്റാക്കിംഗ് എന്താണ്? സൈബർ സ്റ്റാക്കിംഗ് അത് സബ്ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, സൈബർ സ്റ്റാക്കിംഗ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ടാണ്. സൈബർ സ്റ്റാക്കിംഗ് എന്താണ്? സൈബർ സ്റ്റാക്കിംഗ് എന്നുകൂടെ എഴുതാം. ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ടു ഹരാസ് സംവൺ ഈസ് കാൾഡ് സൈബർ സ്റ്റാക്കിംഗ്. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരാളെ ഹരാസ് ചെയ്യുക, മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുക. അത് തന്നെയാണ് ഹരാസ്മെൻറ്റ്. ഹരാസ്മെൻറ്റിന് പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് സൈബർ സ്റ്റാക്കിംഗ്. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പേരിൽ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വളരെ മോശമായിട്ട് അവരുടെ അവരുടേതെന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ പേരൊക്കെ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മോശമായിട്ട് കമൻസൊക്കെ പറയും. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ആ കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഒരു സെലിബ്രിറ്റീൻ്റേതാക്കുക, നമ്മുടെ പേര് സെലിബ്രിറ്റിൻ്റേത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന പോസ്റ്റുകൾ അവരുടേതായിട്ട് ചിത്രീകരിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആ വ്യക്തികൾ എന്ത് ചെയ്യാൻ മോശക്കാരാണെന്ന് ആയിത്തീരാനൊക്കെ ഉള്ളൊരു സാധ്യത സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് സൈബർ സ്റ്റാക്കിംഗ്. ഇതൊക്കെ ശിക്ഷാർഹമാണെന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ അത് ഇമെയിൽ വഴി ചെയ്യാം, ഫേസ്ബുക്ക് വഴി ചെയ്യാം അല്ലേ. there are people who defame others by sending humiliating emails, Facebook posts etc. all this amounts to harassment against a person. ഇതൊക്കെ മറ്റുള്ളവരെ നമ്മൾ ഈ സൈബർ സ്റ്റാക്കിംഗ് വഴി പല കാര്യങ്ങൾ ചെയ്യുക. അത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈബർ സ്റ്റാക്കിംഗ് ഇൻക്ലൂഡ് ത്രെഡ്സ്, ഫാൾസ് അക്യൂസേഷൻസ്, മോണിറ്ററിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഡാറ്റ ഡിസ്ട്രക്ഷൻ ഓർ മാനിപ്പുലേഷൻ. ഇതൊക്കെ നമുക്ക് സൈബർ സ്റ്റാക്കിംഗ് വഴി ചെയ്യാം. സൈബർ സ്റ്റാക്കിംഗ് ഓൾസോ ഇൻക്ലൂഡ് സെക്ഷൽ ഓർ അതർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മൈനേഴ്സ്. എന്തൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കാം. സൈബർ സ്റ്റാക്കിംഗ് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഭീഷണിപ്പെടുത്താം. സൈബർ സ്റ്റാക്കിംഗ് ഉപയോഗിച്ച് നമുക്ക് ഒരാളെ ഭീഷണിപ്പെടുത്താം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം, ഫാൾസ് അക്യൂസേഷൻസ് നടത്താം, മറ്റൊരാളെ മോണിറ്റർ ചെയ്യാം, അവരുടെ ഡേറ്റ നമ്മൾ സ്റ്റീൽ ചെയ്യാം, അവരുടെ ഡേറ്റ ഡിസ്ട്രക്റ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ചെറിയ കുട്ടികളെ, മൈനേഴ്സിനെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം, സൈബർ സ്റ്റാക്കിംഗ് വഴി എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇതെല്ലാം വളരെ സിവിയറായിട്ടുള്ള പണിഷ്മെൻ്റുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കണം. നമ്മൾ ഇതിന് അവെയർനെസ് വളരെ പ്രധാനപ്പെട്ടാണ്. പല കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അവർ വളരെ ലാഘവത്തോടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ, പോസ്റ്റുകൾ, ഇമേജസ്, വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശിക്ഷാർഹമാണ്, കുറ്റകൃത്യമാണ്. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ പോലീസ് നടപടിയെടുക്കും. IT ആക്ട് വഴി വർഷങ്ങളോളം തടവ് ശിക്ഷ അനുഭവിക്കുന്ന, ലക്ഷങ്ങളോളം രൂപ ഫൈന് ഈടാക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നൗ ഇനി മറ്റൊരു ടൈപ്പ് ഹരാസ്മെൻ്റ് ആണ് എന്ത്, ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് പറഞ്ഞൊരു കോൾ വരുന്നു, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പർ പറയണം. അപ്പോൾ ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും, ആ OTP നമ്പർ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിൽ നിന്നാണ്, നമ്മുടെ ബാങ്കിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ പുതിയൊരു കാർഡിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കോൾ വരുന്നതെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, ശരിക്കും ഇതുള്ളതാണ്, അപ്പോൾ ബാങ്കിൽ ഞാൻ പുതിയ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് OTP ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം എന്നായിരിക്കും നമ്മളുടെ ഒരു ധാരണ. പക്ഷേ അത് വളരെ തെറ്റായ ധാരണയാണ്. ശ്രദ്ധിക്കുക, ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വേറൊരാളായിരിക്കും ഇത്തരം സമയം വിളിക്കുക. ബാങ്കിൽ നിന്ന് ഒരു കാരണവശാലും നമ്മുടെ പാസ്വേഡ് ചോദിക്കുക, നമ്മുടെ OTP ചോദിച്ചിട്ടോ ഒന്നും ആരും വിളിക്കില്ല, ഒരു കമ്പനിയും വിളിക്കില്ല കേട്ടോ. ഇതൊക്കെ ബാങ്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ഒക്കെ ആയിരിക്കും ആളുകൾ ഈ പേരും പറഞ്ഞിട്ടാണ് മറ്റ് ആളുകൾ വിളിക്കുകയും എന്നിട്ട് നമ്മുടെ OTP ഒക്കെ ചോദിച്ച് വാങ്ങുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം
ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഇംപേഴ്സണേഷൻ എന്ന് പറയുന്നത്, അല്ലേ? പരകായ പ്രവേശം എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പരകായ പ്രവേശം, ഇംപേഴ്സണേഷൻ. സോ വാട്ട്സ് ഇംപേഴ്സണേഷൻ? എൻ്റെ പിന്നെ ഡെഫിനിഷൻ ചെയ്താൽ ഇംപേഴ്സണേഷൻ ഈസ് എൻ ആക്ട് ഓഫ് പ്രിഡിക്റ്റിംഗ് ടു ബി pretending to be another person for the purpose of harming the victim. മറ്റൊരാളാണെന്നും പറഞ്ഞ് വിളിക്കുക. ഒരാൾ ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കുക, ഞാൻ ബാങ്കിലെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിക്കുന്നു, എന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിക്കുന്നു. അങ്ങനെയുള്ള കേസിനെ ഇംപേഴ്സണേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇംപേഴ്സണേഷൻ എന്ന് വിളിക്കുന്നു. There are people who utilize anonymity on internet to commit impersonation online. അത് അവിടെ ഇരിക്കട്ടെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്ക് നോക്കാം നമ്മൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഇമെയിൽ കിട്ടും. സംടൈംസ് ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെ സംടൈംസ് we may receive email seeking help for transferring large amount of money from a distant country to India എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അത് ഞാനത് ജസ്റ്റ് പറഞ്ഞുതരാം, അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതായത് ചിലപ്പോൾ നമുക്ക് ഇമെയിൽ കിട്ടും, അതായത് ആഫ്രിക്കയിലെ വലിയൊരു രാജാവ് അല്ലെങ്കിൽ വലിയൊരു പണക്കാരൻ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇത്രയും ക്യാഷ് ഉണ്ട്, അദ്ദേഹം നിങ്ങളെ പേരിൽ ഇത്രയും ക്യാഷ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറയും. ഓക്കെ, ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യാൻ ചോദിക്കും. ചിലപ്പോൾ നമ്മോട് പറയും ആ ക്യാഷ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇത്ര എമൗണ്ട് ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചീറ്റിങ്ങുകൾ ഇംപേഴ്സണൈസേഷൻ വഴി നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സൗദി അറേബ്യയിലെ വലിയൊരു അറബി, ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ശേഷിയുള്ള അറബി മരിച്ചുപോയി. അയാൾ അദ്ദേഹത്തിൻ്റെ ക്യാഷൊക്കെ സക്കാത്ത് നൽകാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നെ മൊബൈൽ നമ്പർ വഴി ഞങ്ങൾ ലോട്ടിട്ടെടുത്തപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇമെയിൽ ID ആണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് പിന്നെ കിട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആദ്യം ഒരു പിന്നെ ഇമെയിൽ അയക്കും. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യും. നമ്മോട് പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒക്കെ ചോദിക്കാം. ചില നേരത്ത് നമ്മുടെ ഈ ക്യാഷ് ഈ അവിടുത്തെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട് ഇത്ര എമൗണ്ട് ഒരു 5000 രൂപ അയക്കാൻ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 15000 രൂപയും കൂടെ വേണമെന്ന് പറയും. എന്നിട്ട് നമ്മളിതൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, നമ്മുടെ ക്യാഷ് പോയി, നമുക്കൊരു ക്യാഷും കിട്ടില്ല. ഇങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് എന്ന് പറയുക. ബേസിക്കലി എന്താണ് ഇംപേഴ്സണേഷൻ? നമ്മൾ മറ്റൊരാളായിട്ട് അഭിനയിച്ചുകൊണ്ട് മറ്റൊരാളെ സോഷ്യൽ മീഡിയ വഴി ഇൻ്റർനെറ്റ് വഴി പറ്റിക്കുന്ന പണിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇംപേഴ്സണേഷൻ. ഓക്കെ, സോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഫ്രോഡ്, ഇൻ്റർനെറ്റ് ചീറ്റിങ്, ഫിഷിംഗ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഈ കാറ്റഗറി വരുന്നതാണ്. മറ്റൊന്നാണ് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രൈവറ്റ് കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക. ഒരാളുടെ വർക്ക് പ്ലേസ് പോയിട്ട് പിന്നെ വീഡിയോ എടുക്കുക, മറ്റൊരാളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കുക, ഒരാളുടെ വാട്സപ്പ് വായിക്കാൻ ശ്രമിക്കുക, ഒരാളുടെ ഇമെയിലിൽ ഇമെയിലാണ് വന്നിരിക്കുന്നത് നോക്കുക. ഇതിനൊന്നും നമുക്ക് അധികാരമില്ല, പെർമിഷനില്ല, കുറ്റകരമാണ്. മറ്റൊരാളുടെ സോഷ്യൽ മീഡിയയിലേക്ക് അക്കൗണ്ടിലേക്ക് ഒളിഞ്ഞു നോട്ടവും, മറ്റൊരാളുടെ വർക്ക് പ്ലേസിലേക്ക് ഒളിഞ്ഞു നോട്ടവും, മറ്റൊരാൾ ഡ്രസ്സ് മാറുന്നത് പിന്നെ മൊബൈൽ ഫോണിൽ പിന്നെ ക്യാമറ വെച്ചിട്ട് പിടിക്കുന്നതും, ഇതെല്ലാം എന്താണ്? വയലേഷൻ ഓഫ് പ്രൈവസിയാണ്, കുറ്റകൃത്യമാണ്. സോ എന്താണ് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് നോക്കാം. യു ക്യാൻ റൈറ്റ് വയലേഷൻ ഓഫ് പ്രൈവസി ഈസ് ദ ഇൻട്രൂഷൻ ഇൻ ടു ദ പേഴ്സണൽ ലൈഫ് ഓഫ് അനദർ വിത്തൗട്ട് വാലിഡ് റീസൺ. കൃത്യമായിട്ട് കാരണമില്ലാതെ. ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ചെയ്യാമായിരിക്കും, വലിയ പിന്നെ കുറ്റവാളിയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഗവൺമെൻറ് ചെയ്യാമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻ്റർനെറ്റ് യൂസേഴ്സിനെയൊക്കെ നമ്മുടെ സൈബർ ഡോം പിന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് അവർക്ക് പെർമിഷൻ കൊടുത്താണ് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് കയറുന്നതെന്നൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയുള്ള സൈബർ ഡോമൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ മറ്റൊരാളുടെ ഒരു പ്രൈവറ്റ് ഡീറ്റെയിൽസിലേക്കും കടന്നു കയറാനോ ഒളിഞ്ഞു നോക്കാനോ അനുവാദം ഇല്ല. ഒരാൾ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ഫോട്ടോ എടുക്കാൻ നമുക്ക് അനുവാദം ഇല്ല, അയാളുടെ പെർമിഷൻ ഇല്ലാതെ അയാൾ കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ കുറ്റക്കാരനാണ്. ഒരാൾ വർക്ക് പ്ലേസ് പോയിട്ട് അവിടെ അദ്ദേഹത്തെ അറിയിക്കാതെ അവിടെ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് കുറ്റകരമായ ശിക്ഷയാണ്, കുറ്റകരമായ കാര്യമാണ്, ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട്
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രൈവറ്റ് ഇൻഫർമേഷൻ ലൈക്ക് പേഴ്സണൽ ഡാറ്റ, ഫോട്ടോഗ്രാഫി, വർക്ക് പ്ലേസ് മോണിറ്ററിങ്, വീഡിയോ എറ്റ്സെട്ര. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് പിന്നെ സ്കൂളിൽ നിന്നും മറ്റൊരു ഏജൻസിക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ഡാറ്റ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കൊടുക്കാൻ പറ്റില്ല. അത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. കുട്ടിയുടെ പ്രൈവറ്റ് ഡാറ്റ, കുട്ടിയുടെ അഡ്രസ്സ്, കുട്ടിയുടെ പിന്നെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ഒരു സ്കൂളിൽ നിന്നും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ കാരണം പല ആളുകളും സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് സ്കൂളിലേക്ക് വരും. എക്സ്റ്റേണൽ ഏജൻസി സ്കൂളിൽ ഒരു കാരണവശാലും കൊടുക്കില്ല. കാരണം അത് കുട്ടികളുടെ പ്രൈവറ്റ് ഡേറ്റയാണ്, അവരുടെ ജീവന ഭീഷണി വരെ നേരിടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനും അവിടെയുള്ള എംപ്ലോയീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെയോ ഡേറ്റ മറ്റൊരു ഏജൻസിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള അധികാരമില്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരാൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് മറ്റൊരാൾക്ക് അയക്കാനുള്ള അധികാരമില്ല. അയാൾ കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ പണിഷബിൾ ഒഫൻസാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനുപയോഗിക്കുന്ന ചില സംഭവങ്ങളാണ് യൂസ് ഓഫ് ഹിഡൻ ക്യാമറ, മൊബൈൽ ക്യാമറാസ് എറ്റ്സെട്ര. ഇതൊക്കെ ടു ക്യാപ്ചർ ഇമേജ് ഓഫ് വിമൺ ഇൻ പബ്ലിക് പ്ലേസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ? ഹിഡൻ ക്യാമറ യൂസ് ചെയ്യുക, മൊബൈൽ ഫോൺ ക്യാമറ യൂസ് ചെയ്യുക, എന്നിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് പബ്ലിക് പ്ലേസിൽ നിന്ന് എടുത്ത് അയക്കുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക വേണ്ട. ഫോട്ടോ എടുക്കുന്നത് പോലും എന്താണ്? വയലേഷൻ ഓഫ് പ്രൈവസിയാണ് അല്ലേ? ഒരാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അയാളുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് തോന്നും പോലെ ഒരാളുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് ഫോട്ടോഗ്രാഫി ഓഫ് എനി പേഴ്സൺ ഓർ മെൻ ഓർ വുമൺ, ആണോ പെണ്ണോ പ്രശ്നമില്ല, വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പെർമിഷൻ അമൗണ്ട്സ് ടു വയലേഷൻ ഓഫ് പ്രൈവസി. ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഇറ്റ്സ് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും നമ്മളിതൊന്നും പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനേ പാടില്ല. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കുറ്റകൃത്യമാണ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൗ ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ. മോശമായ ചിത്രങ്ങൾ ഒക്കെ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പിന്നെ ഡിസെമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥമുള്ളൂ. ഫേസ്ബുക്ക് വഴി, അതുപോലെ യൂട്യൂബ്, പിന്നെ വാട്സപ്പ് വഴി, ഇമെയിൽ വഴിയൊക്കെ തെറ്റായിട്ടുള്ള സെക്ഷൽ കണ്ടൻറ്റൊക്കെയുള്ള ഡേറ്റ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ എന്ന കാറ്റഗറിയിൽ പെടുന്ന കുറ്റകൃത്യമാണ്, ചെയ്യാൻ പാടില്ലതാണ്. Okay, the distribution of and posting of obscene materials is one of the important cybercrime today. Pornography on internet may take various forms. It may include hosting website containing prohibited materials, use of computer for producing obscene materials, downloading obscene materials through internet, etc. So ഇതെല്ലാം എന്താണ്? കുറ്റകൃത്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത് നോക്ക്. എന്താണ്? ഇറ്റ് മേ ഇൻക്ലൂഡ്, എന്തൊക്കെ ഉൾപ്പെടുന്നു? ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് കണ്ടെയ്നിങ് പ്രൊഹിബിറ്റഡ് മെറ്റീരിയൽസ്. ഇങ്ങനെ സെക്ഷലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് ഉള്ളത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന കുറ്റകൃത്യമാണ്. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഫോർ പ്രൊഡ്യൂസിങ് ഒബ്സീൻ മെറ്റീരിയൽ. നമ്മൾ കമ്പ്യൂട്ടർ, ഈ മെറ്റീരിയൽസ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് കുറ്റകൃത്യമാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറ്റകൃത്യമാണ്. ഡൗൺലോഡിങ് ഒബ്സീൻ മെറ്റീരിയൽ കുറ്റകൃത്യമാണ് ത്രൂ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇതെല്ലാം കുറ്റകൃത്യമാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. ഓക്കെ, പിടിക്കപ്പെട്ടാൽ കുറ്റകൃത്യമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പലർക്കും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ശിക്ഷാർഹമാണ്. 3 വർഷം വരെ തടവ്, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ ഉള്ള പിന്നെ ഫൈനൊക്കെ ഉള്ള, പെനാൽറ്റിയൊക്കെ ഉള്ള കുറ്റകൃത്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. പ്രത്യേകിച്ചും നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലിനെതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ വർഷം പഠിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഫൈനാൻഷ്യൽ കുറ്റകൃത്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് തുടങ്ങിയൊക്കെ ഉപയോഗിച്ച് മോഷ്ടിച്ചിട്ട് പർച്ചേസ് ചെയ്യുക,
ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. മറ്റൊന്നാണ് ഹരാസ്മെൻറ്റ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ജാതി മത വർഗ വർണ്ണത്തിനെയൊക്കെ വെച്ചിട്ട് സെക്സിനെയൊക്കെ വെച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. വളരെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. മറ്റേതാണ് ഇംപേഴ്സണേഷൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ചീറ്റ് ചെയ്യുക, മറ്റൊരാളാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് പിന്നെ ക്യാഷ് തട്ടിയെടുക്കാനുള്ള ശ്രമം. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ വാങ്ങിക്കുക, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപേഴ്സണേഷന് വരുന്നതാണ്. ദെൻ ദർ ഈസ് വയലേഷൻ ഓഫ് പ്രൈവസി, മറ്റൊരാളുടെ ഫോട്ടോ എടുക്കുന്നത്, മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ വായിക്കുന്നത്, മറ്റൊരാളുടെ ഫേസ്ബുക്കിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഒക്കെ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുന്നത്. അയാൾ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്ത് നമുക്ക് കാണുന്നതിന് ഒരു വിരോധമില്ല. പിന്നെ അയാളെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ അതിൽ കയറിയിട്ട് അതൊക്കെ നോക്കുന്നത്, മറ്റൊരാളുടെ വാട്സാപ്പിലേക്ക് നമ്മൾ നോക്കുന്നത്, ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ക്യാമറ ഉപയോഗിക്കുക, ഒരാളുടെ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ പ്രൈവസിയുടെ വയലേഷൻസ് ആണ്. അതേപോലെ ദ ലാസ്റ്റ് വൺ ഈസ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽ, സെക്ച്വലി എക്സ്പ്ലോയിറ്റ് കണ്ടൻ്റ് ഉള്ള മെറ്റീരിയൽസ്, ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതും അതുപോലെ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കുറ്റകൃത്യമാണ്. സോ ബി കെയർഫുൾ, ബി അവെയർ ഓഫ് ദിസ്, നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആകെ പഠിക്കാനുള്ള 3 കാര്യങ്ങളായിരുന്നു. ഒന്ന് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിട്ടുള്ള SMS, MMS, അതുപോലെ GPS, സ്മാർട്ട് കാർഡ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ആൻഡ്രോയിഡ്, iOS, അല്ലേ, ബ്ലാക്ക്ബെറി തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞു. ദെൻ നമ്മൾ ആൻഡ്രോയിഡ് OSനെ കുറിച്ച് അത് ലിനക്സ് കേണൽ ബേസ്ഡ് ആണെന്നും അതിനകത്തുള്ള ടച്ച് ഇൻപുട്സ് സ്വൈപ്പിംഗ്, ടാപ്പിംഗ്, പിഞ്ചിങ്, റിവേഴ്സ് പിഞ്ചിങ് തുടങ്ങിയ കാര്യങ്ങളാണെന്നും, അല്ലേ, ആൻഡ്രോയിഡ് ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയാണ് അത് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത്, നൗ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഗൂഗിൾ എന്നാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഡിഫറെൻറ്റ് വെർഷൻസ്, പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 11 വെർഷനാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങളിൽ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതിനകത്ത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ഹരാസ്മെൻറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഇംപേഴ്സണേഷൻ, ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഒബ്സീൻ മെറ്റീരിയൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരു. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. താങ്ക്സ് ടു യു ആൾ.